കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ. നമുക്കറിയാം, ബേപ്പൂരിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ഇടമാണ്. പക്ഷേ ഇത്തവണ ബേപ്പൂരിൻ്റെ പോരിൽ പുതിയ ഒരു പോർമുഖം തുറക്കാനുള്ള സാധ്യത ചെറുതല്ല. മറ്റൊന്നുമല്ല, മുഹമ്മദ് റിയാസ് എന്ന സംസ്ഥാനത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രതിനിധീകരിക്കുന്ന ബേപ്പൂർ മണ്ഡലം ഇത്തവണ അദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയായി പി വി അൻവർ എത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടി പറയുകയാണ്. പി വി അൻവർ താൻ ബേപ്പൂരിൽ മത്സരിക്കുമെന്ന വെല്ലുവിളി മുമ്പ് തന്നെ നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ ചർച്ചകൾക്കൊടുവിൽ ബേപ്പൂർ പോരിന് പി വി അൻവർ എത്തുന്നു, റിയാസ് അൻവർ പോരിന് കളമൊരുങ്ങുന്നു എന്ന ചോദ്യമാണ്. പി വി അൻവർ ഇടതുമുന്നണി ബന്ധം, CPM ബന്ധം ഉപേക്ഷിച്ചത് അൻവറിനെതിരെ, റിയാസിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഇടം കൂടിയായി നിയമസഭയിൽ ബേപ്പൂർ മാറുമോ എന്ന കാര്യത്തിൽ കൂടി നമുക്ക് വ്യക്തത വരുത്തേണ്ടി വരും. എന്താണ് ബേപ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രമെന്ന് പരിശോധിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമാണ്. ബേപ്പൂരിൻ്റെ ചിത്രം എന്നതുകൂടി പ്രധാനപ്പെട്ടതാണ്. എന്താണ് ബേപ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രം? നോക്കൂ, 1982 മുതൽ CPM വിജയിക്കുന്ന മണ്ഡലമാണ് ബേപ്പൂർ എന്ന പ്രത്യേകതയുണ്ട്. ദീർഘനാളത്തെ CPMന് അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് ബേപ്പൂർ എന്ന പ്രത്യേകതയുണ്ട്. കോലിബി സഖ്യമടക്കമുള്ള വലിയ വിവാദങ്ങൾ ഉയർന്നപ്പോഴും അവിടെ CPM വിജയിച്ച ഇടമാണ്. നമുക്കറിയാം, കോലിബി ആരോപണം എന്താണ്? കോൺഗ്രസും BJPയും ലീഗും തമ്മിലുള്ള വലിയൊരു സഹകരണമായിരുന്നു. അപ്പോൾ ആ ആരോപണങ്ങൾക്കിടയിലും അന്ന് വിജയിച്ചു വരാൻ CPMന് കഴിഞ്ഞ ഇടമാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഈ ഇടത്താണ് മത്സരിക്കുമെന്ന അൻവറിൻ്റെ വെല്ലുവിളി ഉണ്ടാവുന്നത്. അത് സാധ്യമാകുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. 2001 UDF തരംഗത്തിലും അവിടെ LDFനാണ് വിജയമുണ്ടായത്. 2001 വലിയ വിജയം UDF സംസ്ഥാനം എങ്ങും നേടിയതാണ്. അന്നും പക്ഷേ അവിടെ വിജയമുണ്ടായത് ഇടതുമുന്നണിക്ക് തന്നെയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ഇടതുമുന്നണിയുടെ ഭൂരിപക്ഷത്തിൽ വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം കൂടിയുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പുകളിലും ഈ രാഷ്ട്രീയ ചിത്രത്തിലും ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുള്ള ഒരു ഇടമാണ് ബേപ്പൂർ. ആ ബേപ്പൂരിൽ അൻവർ റിയാസ് പോരിന് കളമൊരുങ്ങുമോ എന്ന് നോക്കാം. നമുക്ക് കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചിത്രം കൂടി നോക്കാം. നോക്കൂ, 2021 ബേപ്പൂരിൽ മത്സരിച്ചത് PM മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസിന് അന്ന് സമാഹരിക്കാൻ കഴിഞ്ഞത് 82,165 വോട്ടുകളാണ്. PM നിയാസാണ് UDFിൽ നിന്നും മത്സരിച്ചത്. 53,418 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. KP പ്രകാശ് ബാബു BJP സ്ഥാനാർത്ഥിയായി 26,267 വോട്ടുകൾ സമാഹരിച്ചു. രാഷ്ട്രീയ ചിത്രം എങ്ങനെയായിരുന്നു? ഭൂരിപക്ഷം 28,747 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസ് അവിടെ മത്സരിച്ചത്. തൊട്ടു പിന്നിലെ തെരഞ്ഞെടുപ്പ് നോക്കൂ, അത് 2016 തെരഞ്ഞെടുപ്പാണ്. 2016 അവിടെ VKC മുഹമ്മദ് കോയയാണ് മത്സരിക്കുന്നത്. ഭൂരിപക്ഷം 14,363 വോട്ടുകളാണ് എന്നതാണ് സാഹചര്യം. അതിന് തൊട്ടു പിറകിലെ തെരഞ്ഞെടുപ്പ് 2011 ഇളമരം കരീമാണ് മത്സരിച്ചത്. ഇളമരം കരീം അന്ന് വിജയിച്ചത് 5,316 വോട്ടുകൾക്കാണ് എന്ന പ്രത്യേകതയുണ്ട്. അതായത് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ നോക്കുമ്പോൾ 5,316 നിന്നും 14,363 പിന്നീടത് 28,747 വോട്ടുകളുടെയും ഭൂരിപക്ഷമായി ആ വോട്ടുകൾ കൃത്യമായി വർധനവ് UDFന് ഇടതുമുന്നണിക്ക് വരുത്താൻ കഴിഞ്ഞ ഒരു ഇടമാണ്. അവിടെ ഈ അവകാശവാദം അൻവർ ഉന്നയിക്കുമ്പോൾ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന ചോദ്യമാണ്. അതിനു മുമ്പ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം. അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്കൊപ്പം അവിടുത്തെ രാഷ്ട്രീയം കൂടി നോക്കാം. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, ബേപ്പൂർ ഒരു പുതിയ രാഷ്ട്രീയ പോരിന് കളമൊരുങ്ങുന്നു എന്നതാണ് ലഭ്യമാവുന്ന സൂചനകൾ. റിയാസ് അൻവറിനെ നേരിടാൻ വരുമ്പോൾ അൻവറിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളി എന്തൊക്കെയായിരിക്കും? അൻവറിൻ്റെ അവകാശവാദങ്ങൾ ബേപ്പൂരിൻ്റെ രാഷ്ട്രീയ ചിത്രവുമായി ചേർന്ന് പോകുന്നതാണോ? സജിത്ത്, ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ടത് കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് ഈ മേഖലകളിലുണ്ടായ ഒരു വോട്ട് ചോർച്ച തന്നെയാണ്. ഏതാണ്ട് 50% വോട്ട് വിഹിതം ഉണ്ടായിരുന്നത് 38 മുതൽ 40% വരെ വോട്ട് വിഹിതമായി താഴ്ന്നിരിക്കുന്ന ഒരു സാഹചര്യം. UDFൻ്റെ 32% നിന്നും 42-ലേക്കും 45-ലേക്കും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായി. അതായത് മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മാറ്റമാണ്, അല്ലെങ്കിൽ വലിയ അന്തരമാണ് വോട്ട് വിഹിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ബേപ്പൂരിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഫറൂഖ് നഗരസഭയായാലും രാമനാട്ടുകര നഗരസഭയായാലും ഒക്കെ ഇത്തവണ UDF ഭരിക്കുന്നു. അവർ കഴിഞ്ഞ വട്ടവും ഇവിടങ്ങൾ ഭരിച്ച സ്ഥലങ്ങളാണ്. പക്ഷേ വോട്ട് വിഹിതത്തിൽ വലിയ മാറ്റം, ഈ അംഗബലത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒപ്പം കടലുണ്ടി പഞ്ചായത്താണ് LDFനൊപ്പം എക്കാലത്തും ഉറച്ചു നിൽക്കുന്നത്. അവിടെയും ഇത്തവണ ഭരണം നിലനിർത്താൻ കഴിഞ്ഞെങ്കിൽ പോലും വലിയ ഒരു വോട്ട് വിഹിതത്തിലെ വ്യത്യാസം, UDF തങ്ങളുടെ നില ഒരുപാട് മെച്ചപ്പെടുത്തുന്ന സാഹചര്യമാണ് അവിടെയും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഡിവിഷനുകളാണ് മുൻകാല
മുൻകാലങ്ങളിലൊക്കെ ഈ ബേപ്പൂർ മേഖലകളിലെ വാർഡുകളിൽ വലിയൊരു അപ്രമാദിത്വം പുലർത്തുന്ന ഒരു സാഹചര്യം LDFിനുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പലയിടങ്ങളിലും അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തിയെന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം ഈ മീഞ്ചന്ത ഡിവിഷൻ പോലെ ഈ ബേപ്പൂർ മണ്ഡലത്തിൻ്റെ ഭാഗമാവുന്ന ഇടങ്ങളിൽ മുസാഫിർ അഹമ്മദിനെ പോലുള്ള ഡെപ്യൂട്ടി മേയർ ആയിരുന്ന അല്ലെങ്കിൽ മേയർ സ്ഥാനാർത്ഥിയായ ആൾ തോൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും അത് വലിയൊരു തിരിച്ചടി LDFിന് നൽകുന്ന സാഹചര്യമാണ്. കോഴിക്കോട് കോർപ്പറേഷനെ തന്നെ നല്ലളം, കുണ്ടായിത്തോട് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ UDF വിജയിച്ചു. പക്ഷേ ബേപ്പൂർ പോർട്ട് അടക്കമുള്ള ചെറുവണ്ണൂർ മേഖലകളൊക്കെ ഇത്തവണ LDFിനെ നിലനിർത്താൻ കഴിഞ്ഞു. പക്ഷേ മുൻ വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ വോട്ട് വീതത്തിൽ വലിയ ഒരു കുറവ് അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷത്തിൽ വലിയൊരു കുറവ് ഉണ്ടായിരിക്കുന്നു. അത് ആകമാനം നോക്കിയാൽ ഇങ്ങനെ ഒരു ട്രെൻഡാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. നമുക്കറിയാം, മുൻ വർഷങ്ങളിലൊക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി LDF വിജയിച്ച സ്ഥലമാണ്. അല്ലെങ്കിൽ സിറ്റിംഗ് MLA PM മുഹമ്മദ് റിയാസ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരു മണ്ഡലവുമാണ്. പക്ഷേ അവിടെ ഈ വ്യത്യാസം ഇത്തവണ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ മറുപക്ഷത്തേക്ക് വോട്ട് ചെയ്യുന്നതിൽ ബേപ്പൂർക്കാർക്ക് മടിയില്ല എന്നത് ഒരു വസ്തുതയായി തന്നെ UDF നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അൻവറിൻ്റെ വരവ് വലിയ ചർച്ചാ വിഷയമായി ഇരിക്കുന്നത്. പക്ഷേ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ ഒരു താല്പര്യം അക്കാര്യത്തിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സാമൂഹ്യ സാഹചര്യങ്ങൾ ഒപ്പം ഈ വോട്ടിൻ്റെ ഒരു ശതമാനക്കണക്കിലൊക്കെ വലിയ മാറ്റം വന്നിരിക്കുന്ന ഒരു വർഷമാണ്. അതുകൊണ്ട് ഒരുപാട് പേർ സ്ഥാനാർത്ഥി കുപ്പായം തയ്ച്ച് കാത്തിരിക്കുന്നവർ തന്നെയുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ തവണ മത്സരിച്ച നിയാസിന് ഇത്തവണ പാറപ്പടി ഡിവിഷനിൽ നിന്നൊരു അപ്രതീക്ഷിത തോൽവി എത്തി വലിയ ഒരു തിരിച്ചടി മാറിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ ഒരിടത്തു നിന്നും എത്തിച്ച് മത്സരിപ്പിക്കാൻ തയ്യാറാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം KPC തലത്തിൽ അല്ലെങ്കിൽ AICC തലത്തിലേക്ക് തീരുമാനമാവും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏറ്റവും നിർണായകമായി മാറുക. അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലമായും ഒക്കെ ബേപ്പൂരിൽ ഫ്ലെക്സ് ബോർഡുകൾ പോലും വന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതാണ്ട് UDFിന് അനുകൂലമാണ്. അല്ലെങ്കിൽ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡുകൾ UDFിന് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. സജിത്താണ്. യെസ്, എന്തായാലും അനീഷ്, ഈ സാഹചര്യത്തിൽ അൻവറിന് അനുകൂലമായൊരു പോസ്റ്റർ, ഫ്ലെക്സ് ബോർഡ് ആദ്യം പ്രത്യക്ഷപ്പെട്ട ഇടം ബേപ്പൂരാണ്. അപ്പോൾ ഇത് അവിടുത്തെ പ്രവർത്തകർ, പ്രത്യേകിച്ച് ലീഗിന് വലിയ സ്വാധീനമുള്ള ഒരു ഇടം കൂടിയാണല്ലോ, മുസ്ലിം വോട്ടുകൾക്ക് സ്വാധീനമുള്ള ഇടമാണല്ലോ. അപ്പോൾ UDF സംവിധാനം അൻവറിനെ ഉൾക്കൊള്ളാനുള്ള എത്ര കണ്ട് വലിയ ഒരു രാഷ്ട്രീയ തീരുമാനം അവിടെ കൈക്കൊള്ളും? അങ്ങനെ എന്തെങ്കിലും ചർച്ചകൾ UDF കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ടോ അൻവർ ബേപ്പൂരേക്ക് എന്ന തരത്തിൽ? അൻവർ ഈ പിണറായി വിജയനുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ഉടക്കി നിന്ന സമയം മുതൽ തന്നെ അൻവറിനൊരു കണ്ണ് ബേപ്പൂരിലുണ്ടായിരുന്നു. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. മറ്റൊന്ന് PA മുഹമ്മദ് റിയാസ്, മുഖ്യമന്ത്രിയുടെ മരുമകൻ തന്നെ മത്സരിക്കുന്ന ഇടം, ഒരു പ്രധാനപ്പെട്ട യുവ നേതാവ് മത്സരിക്കുന്ന ഇടം. അതുകൊണ്ട് പിണറായി വിജയനെതിരായ പോരാട്ടം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിലനിർത്തണം. അല്ലെങ്കിൽ ആ പോരാട്ടത്തിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട്